ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മൾ വിവിധ തരം മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഓരോ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. ആ കൂട്ടത്തിലെ ടോപ്പ് ഫണ്ടുകളെ പരിചയപ്പെടുകയും ചെയ്യാം. ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു സെക്ടറാണിത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര തരം മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്നറിയാമോ? ചെറിയ രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 24 തരം മ്യൂച്വൽ ഫണ്ടുകൾ കിട്ടും. അതേതൊക്കെയാണെന്ന് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഫ്ലെക്സി ക്യാപ്പ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, വാല്യൂ ഓർ കോൺട്ര, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, ഡിവിഡൻഡ് ഈൽഡ്, ഫോക്കസ്ഡ് ഫണ്ട്, ടാക്സ് സേവിംഗ് അഥവാ ELSS ഫണ്ട്, ലാർജ് ക്യാപ്പ്. നമുക്ക് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട്, അഗ്രസീവ് ഹൈബ്രിഡ്, കൺസർവേറ്റീവ് ഹൈബ്രിഡ്, ഇക്വിറ്റി സേവിങ്സ്, കമോഡിറ്റീസ്, ഇൻ്റർനാഷണൽ ഫണ്ട്സ്, ഓപ്പർച്യൂണിറ്റീസ്, അൾട്രാ ഷോർട്ട് ടൈം. ഇനി നമുക്കൊന്നും കൂടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. ലിക്വിഡ് ഫണ്ട്സ്, ആർബിട്രേജ് ഫണ്ട്സ്, ബാങ്കിങ് ആൻഡ് PSU ഫണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ്, അവസാനത്തേത് ഓവർനൈറ്റ് ഫണ്ട്സ്. ഇതിപ്പോൾ 24 തരം ഫണ്ടുകളുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ 2 പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ എൻ്റെ ലൈസൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഒന്ന് ഏഞ്ചൽ വണ്ണും 2 അസറ്റ് പ്ലസും. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സപ്പോർട്ട് ലഭിക്കുന്നതാണ്. വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ദീസ് ഫണ്ട്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് എക്രോസ് ഓൾ മാർക്കറ്റ് ക്യാപ്സ്. ഏതൊക്കെയാണ് മാർക്കറ്റ് ക്യാപ്സ്? മെയിനായിട്ട് 3 മാർക്കറ്റ് ക്യാപ്സ് ആണ് റെക്കോർഡിക്കലി ഉള്ളത്. ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പുമാണത്. മറ്റൊരു മാർക്കറ്റ് ക്യാപ്പ് കൂടിയുണ്ട്, മൈക്രോ ക്യാപ്പ്. അതിനായിട്ട് തന്നെ ഒരു ഫണ്ടും ഉണ്ട്. പക്ഷേ ഈ ഫ്ലെക്സി ക്യാപ്പിൽ മൈക്രോ ക്യാപ്പ് വരുന്നില്ല കേട്ടോ. ഇനി ബാക്കിയും കൂടെ വായിക്കാം. ദീസ് ഫണ്ട്സ് അലോക്കേറ്റ് ടു ലാർജ്, മിഡ് ഓർ സ്മോൾ ക്യാപ്പ് based on their view on market trends and valuations, thus providing good diversification. 3 മാർക്കറ്റ് ക്യാപ്പുകളിലുള്ള ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്ലെക്സി ക്യാപ്പ്. എന്നാൽ ഫണ്ട് മാനേജർക്ക് ഇവിടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറുണ്ട്. അതിവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞു തരാം. ഫണ്ട് മാനേജർക്ക് തോന്നുകയാണ് ലാർജ് ക്യാപ്പിലാണ് കൂടുതൽ ബൈയിങ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പാണ് ഉയരാൻ സാധ്യതയുള്ളത് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഫണ്ട് മാനേജർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഫണ്ട് ഫ്ലെക്സി ക്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി അതല്ല, ഫണ്ട് മാനേജർക്ക് തോന്നുകയാണ് സ്മോൾ ക്യാപ്പിലേക്കാണ് കൂടുതൽ ഫണ്ട് വരാനും കൂടുതൽ ഉയരാനും സാധ്യതയുള്ളത് എന്ന് തോന്നുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിലേക്ക് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിലേക്ക് കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടാനുമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർക്കുണ്ട്. ഇതേ സംഭവം തന്നെയാണ് മൾട്ടി ക്യാപ്പിലുള്ളത്. പക്ഷേ ഈ ഫ്ലെക്സി ക്യാപ്പും മൾട്ടി ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ ചോദിക്കാറുണ്ട്. മൾട്ടി ക്യാപ്പും ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ 25% ഒരു സെക്ടറിൽ മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം. ഫ്ലെക്സി ക്യാപ്പിന് ഇങ്ങനെ 25% മസ്റ്റായിട്ടും ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന നിബന്ധന ഇല്ല. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏഞ്ചൽ വണ്ണിൻ്റെയും അസറ്റ് പ്ലസിൻ്റെയും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അക്കൗണ്ട് എടുത്തതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി ആർക്കൊക്കെയാണ് ഈ ഫണ്ട് സ്യൂട്ടബിൾ എന്ന് നോക്കാം. ദീസ് ഫണ്ട്സ് ക്യാൻ ഹാവ് മോഡറേറ്റ് വൊളറ്റാലിറ്റി ഇൻ ഷോർട്ട് ടൈം. അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് മോഡറേറ്റ് ആണ് കേട്ടോ. വെരി ഹൈ അല്ല, അഗ്രസീവ് അല്ല, മോഡറേറ്റ്, ഒരു മീഡിയം എന്നൊക്കെ പറയാം. വൊളറ്റാലിറ്റി ഈ ഒരു ഫണ്ടിൽ ഉണ്ടാകും. ഇനി ഡ്യൂറേഷൻ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകും. 5 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കാൻ താല്പര്യമുള്ളവരെ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതിൻ്റെ അർത്ഥം 5 വർഷം കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റുള്ളൂ എന്നല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഫണ്ട് വിൽക്കാം, ലോക്കിംഗ് പീരീഡ് ഒന്നുമില്ല. എന്നാൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഫണ്ടുകൾ മുകളിലേക്കും താഴേക്കും പോകുമല്ലോ. അങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ലിക്വിഡ് ഫണ്ടൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോയാലും ആ ഫണ്ടുകൾ താഴേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഫണ്ട് അങ്ങനെയല്ല. മാർക്കറ്റ് താഴേക്ക് പോയാൽ ഇത് താഴേക്ക് പോകും, മാർക്കറ്റിനെ കഴിഞ്ഞ് കൂടുതൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടറൊക്കെ ഉള്ളത് കൊണ്ട്
ഞാൻ ഈ ഫണ്ടിൽ ഏറ്റവും കുറഞ്ഞത് 5 വർഷം എനിക്ക് ആവശ്യമില്ലാത്ത പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തണമെന്നേ ഉള്ളൂ. ഇപ്പോൾ വർഷമൊക്കെ പറയുമ്പോൾ കുറച്ച് കൂട്ടിയങ്ങ് പറയും. അതനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ഫണ്ട് ലാഭം തരും, 5 വർഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഹൈ റിസ്ക് ഫണ്ടുകളൊക്കെ 5 വർഷം അതിൻ്റെ മുകളിലേക്കോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റഡ് ആകാൻ റെഡിയാണ് എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇത് സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു റൂളാണ്, അല്ലാതെ അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഓരോരുത്തരുടെയും അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് മാറാം. ക്ലിയർ അല്ലേ? മ്യൂച്വൽ ഫണ്ടിൽ വെൽത്ത് ക്രിയേഷൻ ശരിക്കും നടക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത മാസം അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെൽത്ത് ക്രിയേഷനൊന്നും നടക്കില്ല. ഇനി നമുക്ക് ടോപ്പ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇതിൻ്റെ 5 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 29.7%. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത അപ്പം തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇത് പെർ ഇയർ ആണ് കേട്ടോ. അടുത്ത ഫണ്ട് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പാണ്. ഇതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 26.4% പെർ ഇയർ ആണ്. ഈ റിട്ടേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ. ചിലപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ത്യ നമ്പർ 1 വരാം, HDFC താഴെ പോകാം, ചിലപ്പം അതിൻ്റെ താഴെ നമുക്ക് JM ഫ്ലെക്സി ക്യാപ്പുണ്ട്. അപ്പോൾ ഈ JM ഫ്ലെക്സി ക്യാപ്പ് മുകളിൽ വരാം, അങ്ങനെയൊക്കെ വരാം. എല്ലാ സമയത്തും ഈ HDFC ആയിരിക്കില്ല മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. HDFCയിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപ, SIPക്ക് 100 രൂപ, ലംസത്തിന് 100 രൂപ വെച്ച് ചെയ്യാൻ പറ്റും. ഫ്രാങ്ക്ലിൻ ഇന്ത്യയിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ലംസമാണെങ്കിൽ 5000 രൂപയാണ്, SIP ആണെങ്കിൽ 500 രൂപയാണ്. ഇനി അടുത്ത ഫണ്ട് JM ഫ്ലെക്സി ക്യാപ്പ്. അതിൻ്റെ റിട്ടേൺ പെർ ഇയർ 26.7% ആണ്. ഇത് 5 വർഷത്തെയാണ് കേട്ടോ. ലംസം 1000 രൂപയും മിനിമം SIP 100 രൂപയാണ്. ഇനി എഡൽവൈസ് ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, 24.1% പെർ ഇയർ, ലംസം 100 രൂപയും മിനിമം SIP 100 രൂപയുമാണ്. ഇനി മഹീന്ദ്ര മാനുലൈഫ് ഫ്ലെക്സി ക്യാപ്പ്. ഇതിൽ മിനിമം SIP 500 രൂപയും ലംസം 1000 രൂപയാണ്. ഇനി പരാഗ് പരീഗ് ഫ്ലെക്സി ക്യാപ്പ്. അതിൻ്റെ 5 ഇയർ റിട്ടേൺ 25.9% പെർ ഇയർ, മിനിമം SIP എമൗണ്ട് 1000 രൂപയും മിനിമം ലംസം എമൗണ്ട് 1000 രൂപയുമാണ്. ഇവിടെ മഹീന്ദ്ര മാനുലൈഫ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ റിട്ടേൺ ഇവിടെ കാണുന്നില്ല, കാരണം ഈ ഫണ്ട് ഫോം ചെയ്തിട്ട് 5 വർഷം ആയിട്ടില്ല, അതുകൊണ്ടാണ് 5 വർഷത്തെ റിട്ടേൺ കാണാത്തത്. ഈ 6 ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകളെക്കുറിച്ച് പഠിക്കാം. മ്യൂച്വൽ ഫണ്ടൊക്കെ ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ള കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ അക്കൗണ്ട് എടുത്തവർ വാട്സാപ്പ് നമ്പറിലൊന്ന് അറിയിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.